ഏലം കൃഷി മൂന്നാം വട്ടം വിളവെടുക്കേണ്ട കാലമാണ്. പക്ഷേ ആദ്യവട്ടം പോലും ഏലക്കായ എടുത്തു തീർന്നിട്ടില്ല. വിലയിലെ കയറ്റം ഇതോടെ കർഷകർക്ക് ഉപകാരപ്പെടുന്നുമില്ല. ഏലക്കായ്ക്ക് മെച്ചപ്പെട്ട വില വിപണിയിൽ കിട്ടുമ്പോൾ ഏലക്ക ഉൽപാദനം കുത്തനെ കുറഞ്ഞത് കർഷകരുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചിരിക്കുകയാണ്. ഈ വർഷം കാലം തെറ്റി പെയ്ത മഴയും പ്രതികൂല കാലാവസ്ഥയും ഏലം കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കി. മുമ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനൽമഴ സുലഭമായി ലഭിക്കുമ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആദ്യവട്ടം മൂപ്പത്തിയ ഏലക്ക എടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിലാണ് എടുക്കാനായത്. മൂന്നാം തവണ എടുക്കേണ്ട സ്ഥാനത്ത് കർഷകർ ആദ്യവട്ടം എടുക്കുന്നു എന്നത് തന്നെ കൃഷിച്ചെലവ് ക്രമാതീതമായി കൂടുകയും ഉൽപാദനം കുറയുകയും ചെയ്യുന്ന സ്ഥിതിയായി. ഉൽപാദനം കുറഞ്ഞതിനാൽ ഏലം വില കുതിച്ചുയരുകയും ചെയ്തു. ഇപ്പോഴും മൂപ്പെത്താത്തത് മൂലം പല പ്രദേശങ്ങളിലും ഒക്ടോബർ മാസം മാത്രമേ ആദ്യ വിളവെടുക്കാൻ കഴിയൂ എന്ന് കർഷകർ പറയുന്നു. മഴ വൈകിയ സമയത്ത് ചെടികൾ രൂക്ഷമായ വേനലിൽ തട്ടകൾ ഒടിഞ്ഞ് ഏലം നശിക്കുന്ന സ്ഥിതിയുണ്ടായി. കൂടാതെ പെട്ടെന്ന് പിടിക്കുന്ന രോഗങ്ങൾ പിടിപെട്ടതോടെ ഏലക്ക ഉൽപാദനം ഗണ്യമായി കുറയുകയുണ്ടായി. വളരെ പെട്ടെന്ന് ശരത്തിൽ രോഗം ബാധിക്കുന്നത് മൂലം ഏലക്ക ഉൽപാദനം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. ചെടിയുടെ തണ്ടുകൾ അഴുകി ആരോഗ്യം നഷ്ടപ്പെട്ട് പൂർണ്ണമായി നശിക്കുന്നതിനാൽ രോഗം ബാധിച്ച ചെടികൾ വെട്ടിക്കളയുക മാത്രമാണ് പോംവഴി. ഇതോടെ ലക്ഷങ്ങൾ മുടക്കി വർഷങ്ങളോളം പരിപാലിച്ച ചെടികൾ കർഷകർക്ക് നഷ്ടമാകും. വിളവെടുപ്പിലും നഷ്ടം നേരിടേണ്ടി വരുന്നതാണ് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ഈ വർഷം വിളവെടുപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം കാലം തെറ്റി പെയ്ത മഴയും ഏപ്രിൽ മെയ് മാസങ്ങളിൽ പെയ്ത അതിശക്തമായ വേനൽ കൊണ്ട് പല ഏലത്തോട്ടങ്ങളും ഉണങ്ങിപ്പോയി. ഏലകൃഷിക്കാർ വലിയ പ്രതിസന്ധിയിലാണ് നേരിടുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ആവറേജ് 2300-ഉം 2800 വരെ വില ലഭിക്കുമ്പോൾ ആവശ്യത്തിന് ഉൽപ്പാദനം ഇല്ല എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനവും അതോടൊപ്പമുള്ള വിലയും ലഭിച്ചാൽ മാത്രമുള്ള കൃഷിക്കാർക്ക് ഈ രംഗത്ത് പിടിച്ചിരിക്കാൻ കഴിയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.